ചായ തിളക്കുന്ന നേരം കൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ വിസ്കോ സ്പൂണോ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് തരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു അരക്കപ്പ് മൈദ കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം കേട്ടോ. ഞാനിത് ചുറ്റിച്ചു കൊടുക്കുന്നത് പഴയ രീതിയിൽ ചിരട്ടയ്ക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചിട്ടാണ്. നിങ്ങളെ കയ്യിൽ പേപ്പർ ബാഗോ അല്ലെങ്കിൽ സോസിന്റെ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചിരട്ടയുടെ ഹോൾ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ആക്കിയെടുക്കാൻ. ഇത് ഒരുപാട് നേരം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗത്ത് ഷെയ്ഡ് ഒന്ന് മാറുമ്പോൾ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വേഗം തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതേ മെത്തഡിൽ തന്നെ ചെയ്തെടുക്കാം. ഇത് പണ്ട് കാലത്ത് നമ്മൾ കണ്ണൂരുകാർക്ക് പുതിയാപ്ല സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കടിയാണ് കേട്ടോ. വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്